ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയനെ നമുക്കൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് 5-6 കൊല്ലം ഈ ബൈക്ക് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ യൂസർ മാനുവൽ നോക്കുന്നത്. ഇതിനകത്ത് ഇതാ മൈനർ മെയിൻ്റെനൻസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടിപ്സ് ഒക്കെ. അത് വെച്ച് നമുക്ക് ഇന്ന് ഞാൻ ഇത് A to Z എന്ന് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പ്രോസസ്സ് ഇവൻ എടുത്തിട്ട് അങ്ങ് അവിടെ കൊണ്ടുവെക്കണം. ഒബ്വിയസ്ലി എനിക്ക് കാര്യത്തില്ല. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് എന്റെ മൈ ഡിയർ ഹസ്ബൻഡ് ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പുതിയ ഹോബി. ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങോട്ടല്ലേ ഇൻസ്ട്രക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ബാക്കോട്ടേക്കാണോ എടുക്കണ്ടേ? ചത്തു ഗൈസ്, ചത്ത്. ഇതാണ് എന്റെ ഹൈറ്റ്. ഞാൻ ഹിമാലയൻ നിൽക്കുമ്പോ. പക്ഷെ ആരാ ഹൈറ്റ് കൂടുതല്? ഇതില് ഞാൻ തന്നെ. ഞാൻ ടെനറൈൻ്റെ കൂടെ മാത്രമാണ് ടെനറൈ ഹൈറ്റ് കൂടുതൽ. ഇല്ല, ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതൽ. നോക്കട്ടെ. ഒരു ഇത്ര പോരെ ഹൈറ്റ് ഞാനോ കൂടുതൽ. ക്ഷമ വേണം, അതന്നെ. എന്റെ സ്ട്രഗിൾസ് ഒക്കെ പച്ചയായിട്ട് നിങ്ങൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഫാൻസി വീഡിയോസ് ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. എന്റെ എക്സ്പ്രഷൻ ഒക്കെ നല്ല തീട്ട എക്സ്പ്രഷൻ ആയിരിക്കും, കാരണം നല്ല എഫേർട്ട് ഇട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അത് നിങ്ങളെ ഇത്രയൊക്കെ ഒന്നും എഫേർട്ടൊന്നും ഇല്ല ഇത് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് ഇതൊക്കെ വലിയ എഫേർട്ടാണ് ഗൈസ്. എനിക്ക് ഇതുവരെ ഡബിൾ സ്റ്റാൻഡ് ഇടാൻ പോലും അറിയില്ല. ഇനി നമുക്ക് സിംഗിൾ സ്റ്റാൻഡ് ഇടാം. എനിക്കിത് വീഴുവാന്നൊക്കെ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ പട്ടി ഷോ കാണിക്കുക. വീഡിയോ ഇനി ബേസിക് പരിപാടികൾ ആദ്യം ചെയ്യാൻ. വരൂ, ഫോളോ മീ. അതെ, 1 മണിക്കൂർ റെസ്റ്റ്. അത് നമ്മുടെ ആക്ഷൻ ക്യാമറേന്റെ ഇത് എന്താണ് ഇതിന്റെ Insta360 മൗണ്ട് ഊരി മാറ്റിയേക്കാം. പിന്നെ നമ്മുടെ ഈ ടിബറ്റൻ ഫ്ലാഗ്, ഇനി ഇവനെ ലഡാക്ക് കൊണ്ടുപോയിട്ട് മാത്രമേ ഞാൻ ഈ ടിബറ്റൻ ഫ്ലാഗ് കിട്ടുന്നുള്ളൂ. ഇത് ഞാനുണ്ടല്ലോ ലഡാക്ക് ബൈക്ക് റൈഡ് പോയില്ലേ, ഹോൾ വിമൻ റൈഡ്, അപ്പൊ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ബൈക്കിന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാരെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പൊ ഞാൻ വരുണിന്, ടെക്നിക്കലി വരുണിന്റെ പേരിലാണല്ലോ ബൈക്ക്, അതുകൊണ്ട് ഞാൻ ഇത് ഓൾമോസ്റ്റ് ഇത് നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇത് നമ്മൾ പോകുമ്പോൾ ഉരുക്കളയണം, അല്ലെങ്കിൽ തനിയെ പോകണം എന്നാണ് പറയുന്നത്. എനിവേ, ഇനി ഞാൻ ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ ഇവനെ ലഡാക്കിൽ കാണിച്ചിട്ടായിരിക്കും. ഈ വീഡിയോ ആക്ച്വലി ഒരു പരീക്ഷണം കൂടിയാണ്. നമ്മള് എന്താണ് DJന്റെ ഒരു എന്ത് വാങ്ങിയിട്ടുണ്ട്, ഗിംബല്. നമ്മുടെ വിവോ X200 Pro ആണ് നമ്മുടെ ഫോൺ. അത് പക്ഷെ ആ ഗിംബല് ഐഫോൺ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞ ഫോണിന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഇതിന്റെ ക്യാമറ മൊഡ്യൂള് ഭയങ്കര വലുതല്ലേ, അതുകൊണ്ട് അൺബാലൻസ് ആവുന്നുണ്ട് ഇടക്കിടക്ക്. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ആമസോണിൽ ഇപ്പൊ റിട്ടേൺ പോളിസി അല്ല, റീപ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ 11,000 രൂപ അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കണ്ടേ, ഇല്ലേ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ. അതും കൂടിയാണ് ഈ വീഡിയോ. ഇതെന്റെ അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ബൈക്കിന്റെ കീ കാണുന്നില്ല ഗൈസ്, കീ കാണുന്നില്ല. ബൈക്കിൽ തന്നെ ഉണ്ട്. അല്ല, ആദ്യം നമുക്ക് ആ ബാക്കിലത്തെ എന്താണ് ഇത് ഊരണം. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ ടൂൾ കിറ്റ്സ് ആണ്. ഇത് നമ്മുടെ ടോപ്പ് ബോക്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വെച്ച പ്ലേറ്റ് ആണ്. അപ്പൊ ഇത് ഇപ്പോ എന്താ പറയാ, ലൂസ് ആയിട്ടുണ്ട് മൊത്തത്തില്. അപ്പൊ ഇത് ഓടിക്കുമ്പോൾ ഒരു കട ഒച്ച. അപ്പൊ അടുത്ത റൈഡിന് മുന്നേ ഒരു ഫുൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൂടി ഫിക്സ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ എനിക്കിത് ഏത് സ്പാനറാണ് വേണ്ടതെന്നൊന്നും അറിയില്ല. നോക്കട്ടെ, ഇതിലും ചെറുത്. ഈ ഡ്രസ്സ് ഇടുമ്പോഴേ എൻ്റെ ക്ലീവേജ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടീനേക്കാളും കൂടുതൽ നിങ്ങൾ എന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. അപ്പൊ നിന്റെ ക്ലീവേജ് ആണല്ലേ ഞങ്ങൾ നിൽക്കുന്നതെന്ന്. അങ്ങനെ കാണാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. എല്ലാരും അല്ല, നോട്ട് എവ്രി മെൻ.
ഫോർ എ സേഫർ സൈഡ് ഐ വിൽ ഗോ ആൻഡ് ചേഞ്ച്. അപ്പൊ ഞാൻ ഇതാ എന്റെ പാന്റിന് മാച്ച് ആയിട്ടൊരു ടീഷർട്ടൊക്കെ മാറ്റി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഈ സാധനം നമുക്ക് ഊരി വെക്കാം. ഞാൻ കുറച്ച് സ്പാൻഡറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് മീൻ വൈൽ. ഇത് പക്ഷെ ചെറുതാണ്. ഇതൊക്കെ കൂടെ ആവുമെന്ന് എനിക്കറിയില്ല. ഇതെന്റെ അച്ഛന്റെ ടൂൾ ബോക്സ് ആണ് ബേസിക്കലി. എന്റെ അച്ഛൻ്റെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ച് തന്നെ ആദ്യം നമ്മൾ എടുത്തിട്ട് അത് വെച്ച് തന്നെ നോക്കാം. ഇത് പറ്റുന്നുണ്ടോ? എന്റെ അസിസ്റ്റൻസ് രണ്ടുപേരും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ അവരെ ഫ്രെയിമില് വരുത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ തന്നെ നിറഞ്ഞു നിക്കണേ. എനിക്കൊരു കാര്യം പറയണ്ട്. ഞാൻ ഇതിന്റെ ബാക്കിലത്തെ 2 സാധനം ഞാൻ ഊരിയിട്ടു. ഊരി മാറ്റി വെച്ചു. ആ 2 സാധനത്തിലാണ് ഇത് ഇത്രയും നാളെ നിന്നേ കുട്ടാ. ഇതാ നെയിം സേക്കിനായിരുന്നു തോന്നുന്ന. നമ്മളെ ടോപ്പ് ബോക്സ് ഒക്കെ ഇത് ഞാൻ ഊരിയിട്ട് പോലും ഇല്ല. ആ 2 എണ്ണത്തിലാ നിന്നേ. ഭാഗ്യം നമ്മുടെ ടോപ്പ് ബോക്സ് ഒന്നും താഴെ വീഴാഞ്ഞത്. സീരിയസ്ലി ഞാനിത് ലൂസ് പോലും ചെയ്തില്ല. ഇങ്ങനെ വെച്ചിട്ടാ ഇങ്ങനെ. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിനെ മാറ്റി വെക്കാം. ഇനി എനിക്ക് വേറൊരു പ്രോസസ് ചെയ്യാനുണ്ട്. ഇതിനെ നമ്മൾ പാട്ട അല്ലെങ്കിൽ മഗ് എന്ന് പറയും. ഇതിനകത്തേക്ക് ഇത് വിനിഗറാണ്. വിനിഗർ ഒഴിക്കുക. പഴയ വിനിഗറാണ്, വറക്കിയോന്ന് എനിക്കറിയില്ല, അമ്മേന്റെ ആണ്. ഇത് ബേക്കിംഗ് പൗഡർ ആണ്. ആദ്യം നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇങ്ങോട്ട് വരൂ. ഇതിനകത്തുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ഇതിനുള്ള ഫുള്ള് ചെളിയാണ് ഗൈസ്. ഇതെല്ലാം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ടൂൾസ് ഒക്കെ തുരുമ്പിച്ച് പടാരടങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ നോക്കൽ പോലും ഇല്ല. ഇതിന്റെ ഒക്കെ കോലം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഉണ്ട് അലഞ്ചി. ഈ സ്പാനർ ഞാൻ വെച്ചാന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇത് ബേക്കിംഗ് പൗഡർ ആണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ വിനിഗറും ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാല് റസ്റ്റ്, അതായത് തുരുമ്പ് പോവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പത കണ്ടോ? പതാ എന്നാ പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട്, പരന്ന പാത്രം. ഞാൻ വേറെ പരന്ന പാത്രം എടുത്തിട്ട് ഗൈസ്. കിട്ടി ഗൈസ്, സാധനം കിട്ടി. അതിബുദ്ധിയൊന്നും അല്ല, നോർമൽ ബുദ്ധി വെച്ച് ഞാൻ റസ്റ്റ് കളയാം. നമ്മൾ എപ്പോഴും പരന്ന പാത്രത്തിൽ വേണം നീളമുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാൻ. ആക്ച്വലി ഓൾറെഡി വെള്ളത്തിന്റെ കളർ മാറിട്ടോ. പുകയൊക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടി വിനിഗർ ഒഴിക്കാം. വിനിഗറിന് എത്ര പൈസ ഉണ്ട് ഒരു കുപ്പിക്ക്? 30 ഉറുപ്പ്യ ഉള്ളൂ. അപ്പൊ നമുക്ക് വാങ്ങിക്കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഒരു 5 മിനിറ്റ് ഇത് അവിടെ കിടക്കട്ടെ. നിങ്ങളും അങ്ങോട്ടേക്ക് വാ ക്യാമറമാൻ. ഇത് കാണിച്ചു കൊടുക്കും ഇവർക്ക് ഇതിന്റെ കളർ. This is how this works. ഓൾറെഡി റസ്റ്റ് ഒക്കെ ഏതാ പുകയൊക്കെ പോകുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നു, പക്ഷെ പുകയൊക്കെ പോകുന്നുണ്ട്. Guys, this works. എടാ തുരുമ്പ് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം എന്ത് വെച്ച് വരച്ചു കഴിഞ്ഞാലും തുരുമ്പ് പോകുന്നു. പക്ഷെ ഈ വെള്ളം അത് എന്റെ കമന്റ് സെക്ഷനിൽ ആരും എനിക്കൊന്നും സമ്മതിച്ചു തരാറില്ല. അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. തൽക്കാലം ഇവിടെ വെക്കട്ടെ. കുറച്ചു നേരം ലെറ്റ് ഇറ്റ് സോക്ക് ഫോർ എ വൈൽ നമ്മൾ പറയാം. കൊറേ ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ബ്രൗൺ കളർ ഉണ്ടായിരുന്നേ തുരുമ്പ് റസ്റ്റ്. ഇതാ കുറച്ച് ഇതിന്റെ കളർ കാണുന്നുണ്ട്, സിൽവർ കളർ. ഗൈസ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. ഇതാ മൈനർ മെയിൻ്റെനൻസിൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഏതാ പറഞ്ഞത്? ഹാൻഡ് ലിവർ പിവോട്ട്സ്. വൈപ്പ് ദ ഏരിയ ഫ്രീ ഓഫ് ഡേർട്ട് ഓർ ഗ്രീസ്. ഈ ഒരു സ്ഥലം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ 2 സ്ഥലം അത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഓയിലൊക്കെ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓയിൽ ലെവൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലേ നോക്കാൻ പറയുന്നുണ്ട്. ഇവിടെ എന്തോന്നും ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതൊക്കെ ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് തുറന്നു നോക്കുന്ന ഈ മാനുവൽ. ടയറും റിമൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വീല് റിമൂവ് ഒക്കെ ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മൈനർ മെയിൻ്റെനൻസ് ആണോലും. നമുക്ക് കഴുകിയെടുക്കാം, അതായിരിക്കും നല്ലത്. ആദ്യത്തെ സെന്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം. ചെയിനിന്റെ ക്ലീനർ അടിക്കണം.
അപ്പം എനിക്ക് ഒരു കാര്യം ചെയ്യണം, ചെരുപ്പിടണം. പിന്നെ എനിക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാൻ അറേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. നിങ്ങൾക്ക് ഇടാൻ അറിയോ ഈസിലി? വരുൺ ചേട്ടാ, ഞാൻ ഇങ്ങനെ എന്തോ കണ്ടിട്ടില്ല, ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റാൻഡ് ഇടുന്നത്. അപ്പൊ വണ്ടി വീണാൽ എന്ത് ചെയ്യും? കൊള്ളുന്നുണ്ട്. അതെ, കൊള്ളുന്നുണ്ട്. ഗൈസ്, ഐ നീഡ് എ സെക്കൻഡ് പേഴ്സൺ ഹെൽപ്പ്. ഒരു മിനിറ്റ് സ്റ്റാൻഡ് ഇട്ട് തരാം കേട്ടോ. ഞാൻ തന്നെയാണ് ഇടുന്നത്, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നിട്ട്. അത് ഞാൻ സിംഗിൾ സ്റ്റാൻഡ് ഇടാൻ പഠിക്കട്ടെ, എന്നിട്ടല്ലേ സെൻറ്റർ സ്റ്റാൻഡ്. എനിക്കിതാ വരും ചേട്ടൻ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പഠിപ്പിക്കുകയാണ്. ഇവനെ മര്യാദക്ക് അറിയുന്നില്ല, പിന്നെ ഞാൻ ഇത് അടക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്ലിപ്പറൊക്കെ ഇട്ട് ചെക്കന്മാർ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റത്തെ? ഈ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇനി ചേട്ടൻ ഇട്ട സ്ഥിതിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാറി. ഞാൻ പഠിച്ചിരിക്കുന്നു ഗൈസ്. ആൾക്കാർ ഇത് ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റേ ചെയിനിന്റെ വട്ടത്തിലുള്ള സംഭവല്ലേ, അത് വരും. ആ, ഇത് ബാക്ക്. അപ്പൊ ഇത് ഊരിയിട്ട് ആൾക്കാർ ക്ലീൻ ചെയ്യുന്നത് കണ്ടിനി. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അറിയില്ല ഞാൻ ചെയ്യുന്ന മണ്ടത്തരാണോന്ന്. ഞാൻ ആദ്യം ഇത് വെച്ച് തുറക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. എന്റെ യൂട്യൂബ് നോക്കിയപ്പോ ഒരു സ്പെഷ്യൽ ടീ ടൈപ്പ് ടൂളില്ലേ, ആ സാധനം ഉണ്ട്. അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളൊരു ലാസ്റ്റ് ഇതായിട്ട് സ്പാനർ വെച്ച് ഊരാൻ പറ്റും നോക്കട്ടെ. എനിക്ക് എന്തിന്റെ കേടാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒരു മാനസിക സുഖം. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ഇതുവരെ പക്ഷേ ഈ ബൈക്കിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. ഇല്ല ഗൈസ്, ഞാൻ ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ശ്രമം ഉപേക്ഷിച്ചു. ഞാൻ തൽക്കാലം നമുക്ക് എല്ലാ സ്ഥലത്ത് ചെയിൻ ലൂബും ക്ലീനറും അടിക്കാം. ഓക്കെ, ചെയിൻ ക്ലീനറും ലൂബും അടിക്കാം. നമ്മൾ K2K റൈഡ് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, മോട്ടോറെക്സിന്റെ ചെയിൻ ലൂബും ചെയിൻ ക്ലീനറും ഒക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മൾ സെയിം ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്രാൻഡാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ലതാണ്. അപ്പോൾ ആദ്യം ചെയിൻ ക്ലീൻ ചെയ്യാം, അതിന്റെ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് അടിക്കാം ഉണങ്ങിയിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. ചെയ്യുന്നത് തെറ്റാണോന്നും എനിക്കറിയില്ല. എനിവേ, കാലാണ് ഇത് ലീക്ക് ഉണ്ട്. ഇത് ചെറിയൊരു ലീക്ക് ഉണ്ട്. നമ്മൾ മറ്റേ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തെ പറ്റിയതായിരിക്കാനാണ് സാധ്യത. നമ്മൾ കൊച്ചിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോ നിങ്ങൾ ആരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ പറയണേ, എന്റെ ഫ്രണ്ടിന്റെ കൈ പോയിട്ടുണ്ട്. അവനെ ഞാനിവിടെ സ്മരിക്കുന്നു. അവനത് കാണുന്നുണ്ടോന്നോലും എനിക്കറിയില്ല. അവന്റെ ഈ പേരിൽ ഏതൊരു കൈന്റെ ഇവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. പുതിയത് വാങ്ങാനോ, ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇനി ലെറ്റ് ഇറ്റ് സോക്ക് ഫോർ എ വൈൽ. ഇതാണ് ഗ്രീസ്. കഴിക്കാനോ വേണ്ടി എല്ലായിടത്തും ഈ ബ്രഷ് ഞാനിപ്പോ ക്ലീൻ ചെയ്തിട്ടില്ലേ, ഇത് ബ്രഷ് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യും. മണ്ണെണ്ണ വെള്ളത്തില. ഞാനിപ്പോ ഈ ബ്രഷ് കഴുകാൻ എന്താ കാരണം അറിയോ? വണ്ടീനേക്കാളും കൂടുതൽ ഗ്രീസ് ഇതിനകത്തുണ്ടായിരുന്നു. മണ്ണെണ്ണ റിയലി വർക്ക്സ് വണ്ടേഴ്സ് ഗൈസ്. നിങ്ങളെ വീട്ടിൽ നിന്ന് റേഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ കിട്ടും, അത് വെച്ച് നിങ്ങൾ ഈ ബ്രഷ് ക്ലീൻ ചെയ്യുക. ഡീസലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. തുടങ്ങട്ടെ ഞാൻ? അതാണ് എനിക്കില്ലാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. അത് പറ്റില്ല, കാരണം എന്താണെന്നറിയോ, ഞാൻ നിറയെ സാധനങ്ങളുണ്ട്. ഇനി ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടൊക്കെ ഇങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വെള്ളം വെച്ചടിച്ചാൽ പോവോ ഗൈസ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രഷർ വാഷ് വെച്ചാൽ പോവാ? പ്രഷർ വാഷ് നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ പ്രഷർ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അടിക്കുക, അതേ ചെയ്യാമല്ലോ.
ഹായ് ഗായ്സ്. ഈ മാനുവൽ നോക്കി ശരിയാവില്ല, അതിൻ്റെ ഉള്ള ടൂൾസ് എൻ്റെ അടുത്തില്ല. നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ അത് കൊണ്ടുവെക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഇത് നമ്മുടെ പ്രഷർ വാഷാന്ന് സങ്കല്പിക്കുക. ഇത്രയും വലിയ പൈപ്പ് വെച്ച് വണ്ടി കഴുകാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? ഇത് വെച്ചാണ് നല്ല സ്പ്രേ ആവുന്നിട്ടാ. കണ്ട, ഫോം വാഷിനൊന്നും നമ്മൾ എവിടെയും കൊടുക്കേണ്ട കാര്യമില്ല ഗൈസ്, നമുക്ക് തന്നെ പറ്റും. ഇങ്ങോട്ട് വാ. എന്റെ ക്ലാസ് കാണുന്നില്ല ഗൈസ്. ഞാനൊരു സൈക്കോച്ച് തന്നെ. അപ്പൊ നിങ്ങൾ പറയും ഇങ്ങനൊന്നും അല്ല വണ്ടി കഴുകേണ്ട, എന്നൊക്കെ വണ്ടി കഴുകാന്നല്ല. ഞാൻ ഇങ്ങനെയാ കഴുകുക. അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കഴുകി തരാം. ഞാൻ എൻ്റെ വീടിന്റെ അഡ്രസ് നിങ്ങൾക്ക് അയച്ചു തരാം. ദിസ് ഈസ് മൈ വേ ഓഫ് ക്ലീനിങ്. ഇതൊക്കെ വായിലായി മരിക്കും എന്തോ, എന്തായാലും ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്. ലെറ്റ് ഇറ്റ് മാരിനേറ്റ് ഫോർ എ വൈൽ. നല്ല വഴുതുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇന്റർലോക്ക് എന്നൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. വഴുതി വീണ് തല പൊട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അയ്യോ, കണ്ണാടിക്ക് സ്പ്രേ അടിച്ചിട്ടാ, കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് തുറക്കാം. പതയാവുന്നുണ്ട്. അങ്ങനെ ഞാനും കുളിച്ചു, വണ്ടിയും കുളിച്ചു. ഇനി പ്രഷർ വാഷിന് കൊടുക്കണം. ഞാൻ നന്നായിട്ട് പ്രഷർ ചെയ്തിട്ടില്ലേ. ഇനി ഒന്ന് തുടച്ചെടുക്കണം. അതിന്റെ ചെയിൻ ലൂബ് അടിക്കണം. വീഡിയോ എടുക്കാനെന്ന പേരിൽ എന്നെ കൊണ്ട് ഒറ്റക്ക് പണിയെടുപ്പിച്ചു ഗൈസ്. സ്ക്വീക്കി ക്ലീൻ. നിനക്ക് ഇതിങ്ങനെ ചെയിൻ ലൂസ് ആണോ നോക്കാൻ അറിയോ? എത്ര സെന്റിമീറ്റർ സ്കെയിലൊക്കെ വെച്ചിട്ട് നോക്കണം. നമ്മൾ കഴുകുമ്പോ ക്ലീൻ ചെയ്യുമ്പോ ഇതൊക്കെ നോക്കണം. അതറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇവന്റെ മറ്റേ വണ്ടി യൂണിക്കോണിൽ ആദ്യം ഞാൻ പണിയാൻ തുടങ്ങും. അത് എന്റെ ഇതിൽ ഞാൻ തുടങ്ങും. അല്ലെങ്കിൽ ഏട്ടനെ മറ്റേ ഹങ്കെടുത്തിട്ട് വന്നിട്ട് അതിൽ പണിതാലോ. അതെന്തായാലും ഏട്ടൻ എടുക്കുന്നില്ല. മറ്റേ ഏട്ടനുണ്ട്. ഏട്ടൻ കോഴിക്കോടാണ്. ഏട്ടൻ കാർ വാങ്ങിയതിന് ശേഷം ബൈക്ക് തൊടാറില്ല. അതുകൊണ്ട് നമ്മൾ എടുത്താലോ എന്നുള്ള ആലോചനയുണ്ട്. അതെ, ആ കാർ അച്ഛൻ്റെയാണ്. അച്ഛനിപ്പോൾ ഓടിക്കാത്തത് കൊണ്ട് ആ കാർ നമ്മൾ എടുക്കുന്നു. പക്ഷെ ഈ ബൈക്ക് വരുണ്ടാണ്. എനിക്ക് പണിയാനൊരു ബൈക്ക് വേണം. നമ്മുടെ ഒരു യൂണിക്കോൺ ഉണ്ട്, അതും അച്ഛൻ്റെയാണ് യൂണിക്കോൺ. അതും അച്ഛനിപ്പോൾ എടുക്കാറില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലും പണിയാവുന്നതാണ്. നോക്കട്ടെ. നമ്മുടെ വണ്ടി നല്ല സ്ക്വീക്കി ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ പ്രഷർ വാഷ് ചെയ്ത് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെയിൻ ക്ലീനറൊക്കെ വെച്ച് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയമായി വെച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല ഇപ്പം. അപ്പൊ അതുകൊണ്ട് നമ്മളിനി ചെയിൻ ക്ലീനർ അടിക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മളിനി ചെയിൻ ലൂബ് അടിക്കാൻ പോവാണ്. സെയിം മോട്ടോറെക്സിന്റെ സാധനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണോ അടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്നില്ല. അത് ഊഹം വെച്ചങ്ങ് അടിക്കുക. എനിക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. ഞാനിങ്ങനെ പിച്ച് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ചെയിൻ ക്ലീനർ ഇങ്ങനെയല്ല, ചെയിൻ ലൂബ് ഇങ്ങനെയല്ല അടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരും. പക്ഷെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സമയം എടുക്കും, ക്ഷമ വേണം. എനിക്ക് എന്റെ വണ്ടി ഞാൻ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ അതിനുള്ളൊരു സമയവും സാവകാശവും പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്റെ വണ്ടി ക്ലീനിങ് ചെയിൻ ലൂബിങ് പ്രോസസ് ആണ് നിങ്ങൾ കണ്ടത്. ഞാനിപ്പോ പറഞ്ഞ പോലെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഈ കാര്യത്തിൽ. അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സഭ്യതയോടെ എനിക്ക് സജഷൻസ് തരാം. തെറി വിളിക്കാതിരിക്കുക ദയവ് ചെയ്ത്. അതേപോലെ ഞാൻ ചെയ്യുന്നത് മര്യാദക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോനൊരു ലൈക്ക് അടിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.